അങ്ങനെയൊന്നും പറ്റത്തില്ല. 360ഓളം സ്പീഷീസ് ഉണ്ട് ഇവിടെ ടോട്ടൽ ഇവിടുത്തെ എന്താണ് ഈ ഒരു സൂവിൽ. പിന്നെ എല്ലാം നല്ല രീതിയിൽ കവർ ചെയ്ത് മീൻസ് നല്ല പ്രൊട്ടക്ഷനോടുകൂടി നമുക്ക് അടുത്ത വ്യൂ ഒക്കെ കാണാൻ പറ്റുന്ന രീതി. കുറേ പോത്തുകൾ ഇവിടെ നിൽപ്പുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ഒന്ന് ഫിബ പോത്ത്, ഇന്ന് ഫിബ പോത്ത്, ജസീല പോത്ത്, ഷംന പോത്ത്. ഹലോ, ഇന്ന് ഞങ്ങളുടെ 3rd ഡേ ആണ് കസാക്കിസ്ഥാനിൽ വന്നതിന് ശേഷമുള്ള. അപ്പോൾ ഇന്ന് നമ്മൾ കക്ക എന്ന് പറയുന്ന ഒരു മ്യൂസിയം, ഇവിടെ മ്യൂസിയം മീൻസ് എന്താണ് അനിമൽ പ്ലാന്റ് എന്നൊക്കെ പറയത്തില്ല നമ്മൾ, അതുപോലത്തെ ഒരു സ്ഥലമാണ്. അതാണ് സംഭവം. എല്ലാവരും ഞങ്ങൾ രാവിലെ തന്നെ റെഡിയായി ഒരു 10 മണിയോടുകൂടി ഞങ്ങൾ എല്ലാവരും പുറത്തിറങ്ങി. ഞങ്ങൾ കാറിനകത്ത് വന്നു, മീൻസ് വാനിനകത്ത് വന്നു. ദെൻ എല്ലാവരും ഓക്കെ ആയി, സെറ്റപ്പായി, എല്ലാവരും സെറ്റപ്പായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ഇന്ന് നമ്മൾ എവിടെയാണ് നമ്മൾ കയറാൻ പോകുന്നത്? നമ്മൾ സൂവിലേക്ക്. സൂ അത്യാവശ്യം നല്ല സൂ ആണെന്ന് കേട്ടത്, പോയി കാണട്ടെ, കണ്ടിട്ട് പറയാം. നമ്മുടെ സലിത്തിക്കായ പോലെയുള്ള ആൾക്കാരുണ്ടോ അവിടെ? ഫാമിലിനെ കാണാൻ പോവാന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്നൊരു പുതിയ ഗൈഡാണ്. ഇന്ന് സൗരഭ് കുറച്ച് ബിസിയാണ്ട്. ഇഹ്സാനാണ് വരുന്നത്. അപ്പോൾ പുള്ളി ഒരു 2 മിനിറ്റ്സിലെത്തും. ഇന്ന് അവനെ നമ്മൾ ബുദ്ധിമുട്ടിക്കിട്ട്. നമ്മളവിടെ പോവാ. ഷുട്ടാപ്പ് എണീറ്റ്. ആച്ചു നമ്മളെങ്ങോട്ടാ? ആച്ചുവിന്റെ കണ്ണാടി കൊള്ളാം കേട്ടോ. ഇത് എവിടെ നിന്ന് മേടിച്ചേ? എവിടെ നിന്നാ മേടിച്ചേ? അടിപൊളിയാണല്ലോ. ഷംന ബ്രോ, ഷംന ബ്രോ, ഹൗ ആർ യു? പറയൂ, 2 വാക്ക് പറയൂ. രാവിലെ എണീറ്റതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയും. പ്രഭാത കർമ്മങ്ങളൊക്കെ ചെയ്തോ? ഇന്ന് തലവേദനയാടോ, ടയേർഡാ. മൈഗ്രെയിൻ ഇഷ്യൂ ഉണ്ടോ? അതിൻ്റെതാന്ന് തോന്നുന്നു. ഒരു ഉറക്കക്കുറവാണോ? ഇന്നലെ വേഗം ഉറങ്ങിയില്ലേ? നേരത്തെ ഉറങ്ങി. വൈഫൈ പോകുന്നതിന് മുന്നേ ഉറങ്ങി. ഞാൻ വൈഫൈ പോയതിനു ശേഷം. ജസീല ബ്രോ എങ്ങനെയുണ്ട്? വളരെ നന്നായിട്ടുണ്ട്. രാവിലെ എണീറ്റതിന് ശേഷമുള്ള പ്രഭാത കർമ്മങ്ങളൊക്കെ ചെയ്തു. നല്ല കർമ്മങ്ങളായിരുന്നു എല്ലാം, വളരെ നല്ല കർമ്മങ്ങൾ. ഇത് മൊത്തത്തിൽ ഒരു വെറൈറ്റി ആണല്ലോ ഇന്ന്. ഇന്ന് ഓറഞ്ച് പറിക്കാൻ പോവാ, അപ്പൊ അതിന് പ്രിപ്പയർ ചെയ്തതാ. കൊള്ളാം, നല്ല കോമ്പിനേഷൻ കൊള്ളാം. ഇല്ലില്ല, നമ്മൾ ഏതിട്ടാലും ലുക്കല്ലേ. ഞാൻ വരുന്നു. ഞങ്ങളപ്പോ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോവാണ്. Виза есть, карта? Карта. പിന്നെ നാളെ ഞങ്ങൾ മ്യൂസിയത്തിലൊക്കെ പോയി, നൈസായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് കാണാൻ എല്ലാവരും. ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ. ഇതൊക്കെ എങ്ങനെയുണ്ട് നമ്മൾ സൂവിൻ്റെ അകത്ത് കയറിയപ്പോഴുള്ള ഒരു ഫീല്? ഭയങ്കര വലുതാന്നാ തോന്നുന്നു. പിന്നെ ഇനിയിപ്പോൾ നടന്ന് ഓരോന്നായിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. നമ്മളെ ഗൈഡ് വന്നിട്ടുണ്ട്, അപ്പോൾ അവൻ നമ്മളെ കൊണ്ടുപോകും എങ്ങോട്ടാ പോകേണ്ടതെന്നുള്ള നോക്കിയിട്ട് ഫർദർ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഒരു പിക്ക് എടുക്കാമെന്ന് വെച്ചു ഇവിടെ നിന്ന് തന്നെ ഫസ്റ്റിലെ. കാരണം പിന്നെ ഈ പോയിട്ട് വരുമ്പോഴത്തേക്കും ഭയങ്കര പാടാണ്. ഇവിടെ വെച്ചൊരു പിക്ക് എടുത്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. കലിപ്പ് മോഡ് എന്താ ശ്വാസം മുട്ടലുണ്ട് കേട്ടോ. നോക്കട്ടെ. ഒരെണ്ണേ ഉള്ളോ? കൊറേ ഉണ്ടോ? ഒരെണ്ണേ ഉള്ളൂ. ആൾക്കാര് അതാ നോക്കട്ടെ. അകത്ത് കയറി നമുക്കൊന്ന് പേടിപ്പിക്കണമല്ലോ. അളിയാ കൊള്ളാം അളിയാ. അങ്ങനെയൊന്നും പറ്റത്തില്ല.
ജസീല ജസീല സൂക്ഷിച്ചോ, സൂക്ഷിച്ചോ ജസീല, ജസീല മോളെ. അതിങ്ങനെ ഇങ്ങനെ പേടിപ്പിച്ചാൽ മതി. ബഗീര ബഗീര. ഇവിടുത്തെ പ്രത്യേകത ഒരു യാക്കിനെ കാണാൻ വേണ്ടിയാണ് ഈ വന്നത്. യാക്ക് നല്ല രസമുണ്ട്, ഒരു തരം പ്രത്യേക തരം യാക്ക്. കുറേ പോത്തുകൾ ഇവിടെ നിൽപ്പുണ്ട്, നമ്മുടെ നാട്ടിൽ നിന്ന് ഇറക്കുമതി ചെയ്ത. ഒന്ന് ഫിബ പോത്ത്, ഇന്ന് ഫിബ പോത്ത്, ജസീല പോത്ത്, ഷംന പോത്ത്, ബാവ, പിന്നെ നമ്മുടെ ഷുട്ടാപ്പ് ഇപ്പം വളർന്നു വരുന്ന ഒരു കുട്ടിയാണ്, അതാണ് നമ്മളെ ട്രോളുന്നില്ല. അതാ അടുത്ത. പക്ഷെ ഇന്നത്തെ ഈ ഒരു ഡ്രസ്സ് കൊള്ളാം കേട്ടോ. ഓക്കെ, എന്തൊക്കെയോ അവിടെ ചിലയ്ക്കുന്നു, നമുക്ക് നോക്കാം. അക്ക എങ്ങനെയുണ്ട് ഇവിടുത്തെ സൂവിനെ പറ്റിയുള്ള ഒരു അഭിപ്രായം? ഇപ്പൊ ഇത്രയും നാട്ടില് നമ്മൾ കാണുന്ന ടൈപ്പ് മൃഗങ്ങളല്ല, ഇവിടുത്തെ ഒരു കാലാവസ്ഥയിൽ ജീവിക്കുന്ന മൃഗങ്ങളാണുള്ളത്. അപ്പം അതൊന്ന് മസ്റ്റായിട്ട് കുട്ടികളൊക്കെ കൊണ്ടുവന്ന് കാണിക്കേണ്ടതാണ്. അവിടെയും പുലിയാണ്, പിന്നെ കുറച്ചും കൂടി അവരെ മൃഗങ്ങൾക്കുള്ള സെറ്റപ്പ് അടിപൊളിയാണ്. കവർ ചെയ്ത് നമുക്ക് നല്ല വിഷ്വലായിട്ട് കാണാൻ പറ്റും. ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് നമ്മൾ നാട്ടിലെ പോലെയല്ല, വലിയ ഗ്ലാസും നമ്മൾ ശരിക്കും അടുത്തുനിന്ന് കാണുന്ന പോലെയാണ്. സലീദക്ക എപ്പടി ഇருக்கு? സൂപ്പറാണ്, അടിപൊളി 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 അടിപൊളി, നല്ല ലുക്ക് നോക്കിയൊക്കെ. ഈ ബാക്കിൽ 2 മുഴയുള്ള ഒട്ടകമാണത്. അതിന്റെ ഫേസ് ഉണ്ടോ, എന്തൊരു ക്യൂട്ടാണ്, എന്തൊരു കോമളത്തം തുളുമ്പുന്ന മുഖം. ഇതേപോലെ കോമളത്തം തുളുമ്പുന്ന മുഖങ്ങൾ ഇതോണ്ടെ. ഫിബാത്ത ഇങ്ങോട്ട് നോക്കിയേ, ആ കണ്ടോ ആ കോമളത്തം തുളുമ്പുന്ന മുഖം കണ്ട, അതിന്റെ കോമളത്തം. ഹലോ ഹലോ, പോരുന്ന കൂടെ ഇല്ല, പോരുന്നില്ല. എങ്ങനെയുണ്ട് ഇവിടുത്തെ സൂയുടെ എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ, നമുക്ക് എല്ലാം അടുത്ത് കാണാൻ പറ്റുന്നുണ്ടല്ലേ. എനിക്ക് ഇഷ്ടപ്പെട്ടത് സിംഹത്തിന്റെ അതിന്റെ ഒരു വേരില്ലേ, എന്തൊരു മണം. അതാ, എങ്ങനെയുണ്ട്? വളരെ നൈസായിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു സൂവിന്റെ എക്സ്പീരിയൻസ് ഫസ്റ്റ് ടൈം അല്ല. ഇതുപോലത്തെ ആണെങ്കിൽ നമ്മൾ ട്രാൻഡ്രത്ത് പോയിട്ടുണ്ട്, അത് പക്ഷെ വളരെ നാറ്റമാണ്. ഇവിടെ അത്രയില്ല, സിംഹമൊക്കെ പട്ടണം നടന്ന് ചാവാനായതാ. പക്ഷെ നമുക്കിവിടെ വന്ന് നിന്ന് കുറെ കഴുതകളെയും പിന്നെ കോവർ കഴുതകളെയും ഉണ്ട്. ഒരു ചുരിദാറിട്ട കഴുതൊക്കെ ഉണ്ടോ? ചുരിദാറിട്ട കഴുതൊക്കെ ഉണ്ടോ? എന്തൊരു സാമ്യത. പുലികളെ കാണാൻ തന്നെ കഴുതകൾ വന്നിരിക്കുന്നു. ആക്ഷൻ കണ്ടില്ലേ? സിംഹത്തിനെ കാണാൻ വേണ്ടി കുറെ കോവർ കഴുതകൾ വന്നിരിക്കുന്നു. സലീദക്ക അതാ, ഫിബാത്ത നാടെ പുലി കഴുത അങ്ങോട്ട് ചെല്ലാനെന്ന്. ചുട്ടാപ്പു എന്തുവാണ് ശബ്ദം കേൾക്കുന്നത്? 360ഓളം സ്പീഷീസ് ഉണ്ട് ഇവിടെ ടോട്ടൽ ഇവിടുത്തെ എന്താണ് ഈ ഒരു സൂവിൽ. പിന്നെ എല്ലാം നല്ല രീതിയിൽ കവർ ചെയ്ത് മീൻസ് നല്ല പ്രൊട്ടക്ഷനോടുകൂടി നമുക്ക് അടുത്ത വ്യൂ ഒക്കെ കാണാൻ പറ്റുന്ന രീതിയിലാണ് മൊത്തം കാര്യങ്ങൾ സെറ്റപ്പ് ചെയ്തേക്കുന്നത്. കാരണം ഒരു സേഫ്റ്റി പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. സത്യം പറഞ്ഞാൽ അത് ഗ്ലാസ് ഇട്ടിട്ടാണ് നമുക്ക് സിംഹത്തിനൊക്കെ കാണാൻ, നമുക്ക് അത്രയും ആ ഒരു റേഞ്ചിൽ നമുക്ക് കാണാൻ പറ്റും. നല്ല രസമാണ് മൊത്തത്തിൽ. ഞാൻ നേരത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എനിക്ക് നല്ല ഒരു എന്താണ് ഇവിടെ വന്ന കസാഖിസ്ഥാനിൽ വന്ന പ്രത്യേകം കാണാൻ ഉള്ളൊരു സ്ഥലം തന്നെയാണ് സൂ എന്ന് പറയുന്നൊരു സ്പേസ്.
അത് മിസ്സാക്കണം. നമ്മുടെ ഐറ്റിനറിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വെക്കാനുള്ള ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷം പ്ലാൻ ചെയ്തതാണ് സൂ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ്. കാരണം കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതൊക്കെ കാണിച്ചു കൊടുക്കാൻ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ നല്ല വൃത്തിയാണ് എല്ലാ സ്ഥലത്തും, നല്ല വൃത്തിയോടുകൂടിയാണ് എല്ലാ കാര്യങ്ങളും ഇവർ ചെയ്യിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു സ്നോഫോളൊക്കെ ആയതുകൊണ്ട് ആ ഒരു സ്നോയിൻ്റെ സംഭവങ്ങളും എല്ലാ ടച്ചുകളും കാര്യങ്ങളൊക്കെ അവിടെ എന്താണ് വൂൾഫിൻ്റെ സ്ഥലത്തായിക്കോട്ടെ, അതുപോലെ തന്നെ ടൈഗറിൻ്റെ സ്ഥലത്തായിക്കോട്ടെ എല്ലാം കൊടുത്തിട്ടുണ്ട്. എനിക്ക് നൈസായിട്ടാണ് ഫീൽ ചെയ്തത്. എന്തോ ഒരു സംഭവം ഉണ്ടല്ലോ, എന്തോ അത്. സുബലക്ഷ്മിയെ നമ്മൾ കണ്ടു. പടച്ചോനെ, സുബലക്ഷ്മിയെ കണ്ടേ. സുബ്രാണി, സുബലക്ഷ്മി, നിങ്ങൾ എങ്ങോട്ടാ മങ്കീസ് കയറി പോന്നെ? അതെ 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 അതെ, നീ ഇതുപോലെ ആളതാണ്ടേ ഫസ്റ്റ് മങ്കി കണ്ട, തേർഡ് മങ്കി. എന്തൊക്കാ ഇക്കട റിലേറ്റീവ്സിനെ വല്ലതും കണ്ടോ? ഇക്കട ആരെങ്കിലും ഉണ്ടോ? ഇത് സലീത്തിക്കട ഫ്രണ്ടാ. കണ്ട, കറക്റ്റ് അവരെ പോലെയൊക്കെ കാണിക്കുന്നു. കൊള്ളാം കൊള്ളാം കൊള്ളാം. ആഹാ, ഇത് നല്ല കൊറേ ഇതുണ്ടല്ലോ. വേണ്ട, ഫുട്ബോൾ കളിക്കുന്നേ. ഹലോ, ഹൗ ആർ യു? കുപ്പിയൊക്കെ വെച്ചിട്ട് കളിക്കുന്ന കേട്ടോ. ഇത്ത പണ്ട് കളിക്കുന്ന പോലെ കളിക്കുന്ന കേട്ടോ. ഇത്ത പണ്ട് കളിക്കുന്നവരെ ഇത്ത. രംഗന്മാരെയൊക്കെ കണ്ട് പുറത്തിറങ്ങി. ഇനി നെക്സ്റ്റ് അടുത്ത ഹിപ്പോസിനെയൊക്കെ കാണാൻ വേണ്ടി. ഹിപ്പോസ് ആൻഡ് കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾ കാണിച്ചേ. കൊള്ളാം കൊള്ളാം കൊള്ളാം. താങ്കളുടെ ഊര്? പരപ്പനങ്ങാടി. കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. ഷുട്ടാപ്പു, ഇവിടെ ഹിപ്പോ ഉണ്ട്, ഹിപ്പോ. എൻ്റെ പൊന്നോ, എന്നാ നാറ്റമാണേ, ഭയങ്കര നാറ്റം. ഗെയിം ഓഫ് ത്രോൺസിലുള്ള വൂൾഫ്, ആ ടൈപ്പ് ഓഫ് സംഭവം. നല്ല ലുക്കുണ്ട്. ഇതൊരു ലുക്കാ. ഹലോ ഹലോ. ഒരുവിധപ്പെട്ട എല്ലാ സ്പീഷീസിനെ കണ്ടു കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഞങ്ങൾ കൊക്തോബ എന്ന് പറഞ്ഞ ഒരു കേബിൾ കാറിൻ്റെ ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി പോവാണ്. പോണ്ടേ മക്കളെ, പോണ്ടേ?